കഴിക്കുന്നത് മെഡിസിൻസിന് പോലും ചിലപ്പോൾ കഴിയാറില്ല. 10% വെയിറ്റ് റിഡക്ഷനാണ് നമ്മൾ ഫാറ്റി ലിവറിന് പറയാറുള്ളത്. 20% എത്തിക്കാൻ കഴിഞ്ഞാൽ ഉത്തമം. ഫാറ്റി ലിവർ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നിശേഷം മാറുകയും ലിവർ ഫങ്ഷനിൽ വ്യത്യാസമുള്ളവർക്ക് ലിവർ ഫങ്ഷൻ നോർമൽ ആവുകയും ചെയ്യും. എന്നാൽ എല്ലാവർക്കും ഇത് ചിലപ്പോൾ പ്രാവർത്തികമാവണമെന്നില്ല. എക്സസൈസിൽ വ്യത്യാസം വരുത്താനുമാണ്. അപ്പം അവർക്ക് മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾ വേണ്ടി. സർ, ഇന്നിപ്പോൾ ലഭ്യമായ മരുന്നുകൾ അവ എത്രത്തോളം ഉപയോഗവും കാണുന്നുണ്ട് സർ? ഇതിന് ഒരുപാട് മരുന്നുകളുണ്ടെങ്കിലും മരുന്നുകളെക്കാളും പ്രധാനം നമ്മൾ പറഞ്ഞല്ലോ വ്യായാമമാണ്. ചില മരുന്നുകളുണ്ട്. അതിൻ്റെ മരുന്നുകളുടെ പേര് ഞാൻ സെറോഗ്ലിറ്റസാർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ വികസിച്ചെടുത്ത മരുന്നാണ്. ഫാറ്റി ലിവർ ചികിത്സിക്കാൻ വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. പക്ഷേ ഇത് മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ആദ്യം വിലയിരുത്തണം. ഫൈബ്രോസ് ഒന്നും ഇല്ലാത്ത ഫാറ്റി ലിവർ മാത്രമുള്ള ആളുകൾക്ക്, ലിവർ ഫങ്ഷൻ നോർമലായ ആളുകൾക്ക് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ മരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഷിയർ വേവ് എലാസ്റ്റോഗ്രഫി ചെയ്തപ്പോൾ അവരുടെ ഫൈബ്രോസ് എത്രയാണെന്ന് തിട്ടപ്പെടുത്തുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോ മാസം കഴിയുമ്പോഴോ 2 മാസം കഴിയുമ്പോഴോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത സെറോഗ്ലിറ്റസാർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതുപോലെ ഷുഗറിന് ഉപയോഗിക്കുന്ന സെമാഗ്ലൂട്ടൈഡ്, ലിറാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്. സെമാഗ്ലൂട്ടൈഡിനെ പറ്റി നിങ്ങളെല്ലാവരും മസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നും നിങ്ങളെല്ലാവരും കേട്ട് കാണും, സെറോഗ്ലിറ്റസാർ. അത് പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ ഡെപ്തിലോട്ട് പഠിക്കുന്നേ ഉള്ളൂ. ചില വൈറ്റമിൻ ഇ അതൊക്കെ ഇതിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ മരുന്നുകളെക്കാളും നല്ലത് നേരത്തെ പറഞ്ഞ മാതിരി വ്യായാമം തന്നെയാണ്. ഫാറ്റി ലിവർ അനിയന്ത്രിതമായി പോയി കഴിഞ്ഞാൽ വരാവുന്നൊരു കോംപ്ലിക്കേഷൻ ലിവർ സിറോസിസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രോഗി ഫാറ്റി ലിവർ കൂടി ലിവർ സിറോസിസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതുമൂലം എന്തൊക്കെ കോംപ്ലിക്കേഷനുകൾ വരും? അപ്പം ലിവർ സിറോസിസ് വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിവറിനകത്ത് അതിൻ്റെ ഈ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ് സ്കാർ ടിഷ്യൂ വരും ലിവറിനകത്ത്. അപ്പം ലിവറിനകത്തുകൂടിയാണ് ഒരുപാട് വെയിൻസ് പോകുന്നത്, പോർട്ടൽ വെയിൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ആ വെയിനിൽ പ്രഷർ കൂടും. ആ വെയിനിൽ പ്രഷർ കൂടുമ്പം അന്നനാളത്തിലൊക്കെ ഞരമ്പുകൾ പിടയ്ക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രഷർ കൂടുമ്പം അതിൻ്റെ താഴെ നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പം വയറ്റിൽ നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഞരമ്പുകൾ വലുതായി ചിലപ്പോൾ അത് പൊട്ടിയെന്നും വരും. പൊട്ടി വന്ന് രക്തം ഛർദ്ദിച്ചെന്ന് വരാം. അതുപോലെ തന്നെ പിന്നെ ഈ ഞരമ്പുകൾക്ക് പ്രഷർ കൂടുമ്പോൾ ഞരമ്പുകൾ കരളിനകത്തൂടി അധികം രക്തം പോകത്തില്ല. നമ്മളെ കരളാണ്, നമുക്കറിയാമല്ലോ, നമ്മളെ വയറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരുപാട് വേണ്ടാത്ത പദാർത്ഥങ്ങളെയൊക്കെ അത് നശിപ്പിച്ച് കളയുന്ന കരളാണ്. അപ്പോൾ കരളിന് ആ ഫങ്ഷൻ നഷ്ടപ്പെടുമ്പോൾ ഈ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിലോട്ട് പോകും. ബ്രെയിനിലോട്ട് പോയി കഴിയുമ്പോൾ അവരുടെ ബിഹേവിയർ തന്നെ മാറും, അവരുടെ ബുദ്ധി മാന്ദ്യം ഉണ്ടാവും. എനിക്ക് ചിലരൊക്കെ ബസ്സിൽ കയറി വീട്ടിലിറങ്ങാൻ മറന്നു പോകും, ചിലപ്പോൾ അവരങ്ങ് പോകും. പിന്നെ ചിലർ ചെക്ക് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇത് എടുക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ചെക്ക് നിങ്ങളുടെ ഒപ്പ് മാറിയിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ മനസ്സിനുണ്ടാവും. അപ്പോൾ പ്രധാനമായും ഒന്ന് രക്തം ഛർദ്ദിക്കുക, വയറ്റിൽ നീര് കെട്ടുക, പിന്നെ നമുക്ക് ബുദ്ധിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. ഇതാണ് പ്രധാനമായുള്ള 3 കാരണങ്ങൾ. സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവുള്ളൂ. മിക്ക സിനിമകളിലെയും ഒരു കരൾ രോഗിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നത് അയാൾ രക്തഛർദ്ദിക്കുമ്പോഴാണ്. അത് സത്യം. രക്തഛർദ്ദിച്ച് വരുന്ന കരൾ രോഗിയെ നമുക്ക് എങ്ങനെ, കരൾ രോഗങ്ങളിൽ വെച്ച് രക്തഛർദ്ദിക്കുന്നത് പൊതുവെ മാരകമായ അവസ്ഥകളിൽ ഒന്നായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമുക്കത് ചികിത്സിക്കാനുണ്ട്. ആദ്യത്തേത് ഏതൊരു രോഗിയെയും സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയും. അവർക്ക് ആവശ്യമുള്ള ഡ്രിപ്പും മരുന്നുകളും കൊടുത്ത് അവരുടെ BP ഒന്ന് നിയന്ത്രിച്ചത്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു എൻഡോസ്കോപ്പി ആയിരിക്കും. എൻഡോസ്കോപ്പിയിൽ അന്നനാളം അല്ലെങ്കിൽ ആമാശയത്തിലെ രക്തക്കൊള്ളികൾ വലിപ്പം വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ അന്നനാളത്തിലാണെങ്കിൽ നമ്മൾ അവയെ കെട്ടിയിടും, ബാൻഡിങ് എന്ന് പറയും. ആമാശയത്തിലാണെങ്കിൽ രക്തക്കൊള്ളികളെ മരുന്ന് കുത്തിവെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കും, ഗ്ലൂ ഇഞ്ചക്ഷൻ എന്ന് പറയും. പക്ഷേ ഇതെപ്പോഴും പ്രാവർത്തികമാകണമെന്നില്ല. ചിലപ്പോൾ കനത്ത ബ്ലീഡിങ് കാരണം നമുക്ക് എവിടെ നിന്ന് ബ്ലഡ് വരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല.
അങ്ങനെ ഒരു അവസ്ഥയിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന് ആ രോഗിയെ സഹായിക്കാൻ കഴിയുമോ? അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഈ സാറ് പറഞ്ഞതുപോലെ, നരേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ, ഇത് പ്രഷർ കൂടുമ്പോഴാണ് ഈ ഇത്രയ്ക്കും ബ്ലഡ് ഫ്ലോ കൂടിയിട്ട് ആ ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിങ് ഈ പ്രഷർ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഈ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ടിപ്സ്. ടിപ്സ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ലിവറിൻ്റെ അകത്ത് ബ്ലഡ് കയറി പോകാൻ ഇത്രയും റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ നമ്മൾ ലിവറിൻ്റെ അകത്ത് തന്നെ ഒരു ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്ത്, ഒരു സ്റ്റെൻറ്റ് വെച്ച് ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഡയറക്റ്റ്ലി ഹാർട്ടിലോട്ട് എത്തിക്കും. അതാണ് ടിപ്സ് പ്രൊസീജിയർ. ഷണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസ് ജുഗുലർ ഇൻട്രാ ഹെപ്പാറ്റിക് പോർട്ടോ സിസ്റ്റമിക് ഷണ്ട്. അപ്പോൾ ഈ ഷണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ പ്രഷർ കൂടിയത് കാരണം വരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് കുറയും. അതായത് ഈ വയറ്റിലെ നീര് വരുന്നതും മെയിൻലി ഈ ബ്ലീഡിങ് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതും ഫേവറബിൾ ആയിരിക്കും. ഇതല്ലാതെ നമുക്ക് മെജോറിറ്റി മുഖ്യമായിട്ടും രക്തസ്രാവം വരുന്നത് അന്നനാളത്തിലെ രക്തക്കുഴലുകളിൽ നിന്നാണ്. എന്നാൽ ചിലപ്പോൾ ഒരു 10 മുതൽ 15% രോഗികൾ ആമാശയത്തിലെ രക്തക്കുഴലുകളിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അവർക്ക് ടിപ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ആ ബ്ലീഡിങ് നിയന്ത്രിക്കാൻ കഴിയും. ടിപ്സ് കുറച്ച് ചിലവേറിയ ഒരു ചികിത്സയാണ്. പലപ്പോഴും നമ്മൾ വേറെ ഒന്നും സാധ്യമല്ല എന്നുള്ള ഘട്ടത്തിൽ യൂസ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ചികിത്സാ രീതി കൊണ്ട് ആമാശയത്തിലെ രക്തക്കുഴലുകളിൽ നിന്നുള്ള ബ്ലീഡിങ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. സോ ഇങ്ങനത്തെ ബ്ലീഡിങ്ങിൽ നമ്മൾ ഡയറക്റ്റ്ലി എവിടെ നിന്നാണോ ആ ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ബ്ലീഡ് ആവുന്നത് അത് നമ്മൾ ബ്ലഡ് വെസലിൻ്റെ അകത്ത് തന്നെ കയറിയിട്ട് അതിൻ്റെ അകത്ത് ഈ പാർട്ടോ അല്ലെങ്കിൽ BRTO ബലൂൺ വെച്ച് നമ്മൾ ആ ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ചെയ്തിട്ട് ആ ബ്ലഡ് വെസലിൻ്റെ അകത്ത് ക്ലോട്ട് ഫോം ചെയ്യും. അപ്പോൾ ക്ലോട്ട് ഫോം ആകുമ്പോൾ ആ ബ്ലഡ് വെസലിന് വരുന്ന ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ടിപ്സ് സാധ്യത അല്ലാതെ സിറ്റുവേഷൻസിൽ. അതിനർത്ഥം ഒരു 10-20 വർഷം മുമ്പുള്ളതിനേക്കാളും ഇപ്പോൾ വൈദ്യം ഒരുപാട് മുന്നേറി. ഒരുപാട് നൂതന ചികിത്സാ രീതികൾ ഒരു ഗ്യാസ്ട്രോ ഫിസിഷ്യനിൽ നിന്നും ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിൽ നിന്നും സിറോസിസ് ഉള്ളൊരു പേഷ്യൻറ്റിന് ബ്ലീഡിംഗ് ആയിട്ട് വരുമ്പോഴത്തേക്ക്, രക്തം ഛർദ്ദിച്ച് വരുമ്പോഴത്തേക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞങ്ങളൊക്കെ ഗ്യാസ്ട്രോൻട്രോളജി പഠിച്ചു തുടങ്ങുമ്പോൾ വയലാർ രാമവർമ്മ രക്തഛർദ്ദിച്ചത് അന്ന് വളരെയധികം സർജന്മാർ ശ്രമിച്ചു, പല സർജറിയും ചെയ്തിട്ട് അന്ന് അത്രത്തോളം ആരാധകരും ഒരു ജനത മുഴുവൻ നിന്ന് വയലാർ രാമവർമ്മ എന്ന് രക്ഷിക്കാൻ കഴിയില്ല. അന്ന് ശാസ്ത്രം ഇത്രത്തോളം മുന്നേറിയിരുന്നില്ല. ഇന്ന് ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം കാരണം പലപ്പോഴും നമുക്കവരെ രക്ഷിച്ചെടുക്കണം. രക്തം നിന്നതുകൊണ്ട് മാത്രം ചികിത്സ സാധ്യമായില്ല. പലപ്പോഴും ഈ രോഗികൾ ഈ അവസ്ഥയിലെത്തുമ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലായിരിക്കും. ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഇൻറ്റൻസീവ്സ്റ്റ് എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എന്തൊക്കെ ചെയ്ത് ഞങ്ങളെ സഹായിക്കാം? നല്ല രീതിയിൽ ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന ഈ പേഷ്യൻസിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊന്ന് ധാരാളം രക്തം നഷ്ടപ്പെടുന്നത് മൂലം BP കുറയുക, പിന്നെ ഷോക്ക് എന്ന അവസ്ഥയിലേക്ക് പോകും. ഇതുമൂലം ബോഡിയിലെ ബാക്കിയുള്ള വൈറ്റൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് ആ ഓർഗൻസിൽ എൻഡ് ഓർഗൻ ഡാമേജ് വരാം. അങ്ങനെ വരുന്ന മെയിനായിട്ട് വരുന്നത് കിഡ്നിക്ക് വരാം, കിഡ്നി ഫെയിലർ വരാം. പിന്നെ ഓൾറെഡി ഉള്ള ലിവർ ഡിസീസ് വേഴ്സൻ്റ് ആയിട്ട് ടോട്ടൽ ലിവർ ഫെയിലർ എന്ന അവസ്ഥയിലോട്ട് പോകാം. അങ്ങനെയുള്ള കാരണങ്ങളാണ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു റീസസ്റ്റേഷൻ ചെയ്യണം. ഫ്ലൂയിഡ് റീസസ്റ്റേഷനാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ലോസ് ആയ ബ്ലഡ് കണക്കാക്കിയിട്ട് ബ്ലഡും അതുപോലെയുള്ള ബ്ലഡ് പ്രോഡക്ട്സ്, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, ക്രയോപ്രസ്പിരേറ്റ് എന്ന ബ്ലഡ് പ്രോഡക്ട്സ് കൊടുത്തിട്ട് പേഷ്യൻ്റെ ഹീമോഡൈനാമിക് സ്റ്റെബിലിറ്റി അറ്റൻഡ് ചെയ്യുക. അതേപോലെ ഈ ബ്ലഡ് പ്രോഡക്ട്സ് കൊടുക്കുന്നതിലൂടെ കൂടെ കൂടുതലുണ്ടാകുന്ന ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇതാണ് ഒരു ICUവിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന നിലയിൽ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ബ്ലഡ് ലങ്സിനകത്തോട്ട് പോകാം. എസ്പെഷ്യലി എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴൊക്കെ ലങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം മോർട്ടാലിറ്റി, അത് വളരെയധികം മരണനിരക്ക് വളരെയധികം കൂട്ടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എൻഡോട്രക്കൽ ഇൻറ്റുബേഷൻ എന്ന കാര്യം ചെയ്യും. ഒരു ട്യൂബ് ഇട്ടിട്ട് പേഷ്യൻ്റെ വെന്റിലേഷൻ അതിൽ ട്യൂബിനകത്തൂടെയും പിന്നെ ട്യൂബിൻ്റെ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് ലങ്സിനകത്ത് കയറാതിരിക്കാനുള്ള പ്രിക്കോഷനോടെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു ഡിലേഡ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ്റെ റിസ്ക് ഭയങ്കരമായിട്ട് കൂടും. അതായത് ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ബാക്ടീരിയ എല്ലാം ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത് ബ്ലഡിനകത്തോട്ട് കയറാനും സെപ്സിസ് എന്ന കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ എങ്ങനെ ബ്ലഡ് വന്നാലും അത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫെക്റ്റീവ് കോംപ്ലിക്കേഷനാണ്, സെപ്സിസിലോട്ട് പോകും. അപ്പോൾ അത് നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ലൂമിനൽ ആൻറ്റിബയോട്ടിക്സ് ഓൾറെഡി എന്തായാലും പോകുന്നുണ്ട്. അത് കൂടാതെ
പ്രിഎംറ്റീവായിട്ട് IV ആൻറ്റിബയോട്ടിക്സോടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കോംപ്ലിക്കേഷൻ നമ്മൾ പറയാതിരുന്നത് ലിവർ സെല്ലിൽ അടുത്ത കോംപ്ലിക്കേഷൻ ക്യാൻസർ ഉണ്ടാവുക എന്നുള്ളതാണ്. ലിവർ സെല്ലിൽ അതുകൊണ്ട് സിറോസിസ് ഉള്ള ആളുകളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം, അവർക്ക് ക്യാൻസർ വരുന്നുണ്ടോ, ഒരു ട്യൂമർ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ലിവർ ക്യാൻസർ, ലിവർ സിറോസിസ് ഉള്ളവരുടെ ഒരു പ്രധാന ഒരു കോംപ്ലിക്കേഷനാണ്. അത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് ചികിത്സകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ഡോക്ടർ ഗായത്രി അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതെ സർ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സിറോസിസ് ഇപ്പം കൂടി വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ സിറോസിസിൽ നിന്ന് ഡെഫിനറ്റ്ലി ഈ ലിവർ ക്യാൻസർ എന്ന് പറയുന്നത് സിറോസിസിൽ നിന്ന് വരുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു 6 മാസം കൂടുമ്പം അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ AFP എന്നുള്ള ടെസ്റ്റാണ്. ഇതും 6 മാസം കൂടുമ്പോൾ ചെയ്യുമ്പോൾ നേരത്തെ തന്നെ കണ്ടെത്താനാകും. അപ്പോൾ എല്ലാ ക്യാൻസറും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ക്യാൻസർ നേരത്തെ കണ്ടെത്തുമ്പോൾ നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള ഒരുപാട്, അതായത് നമുക്ക് ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരുടെയും ഇൻപുട്ടും വേണ്ട ഒരു ചികിത്സാ രീതിയാണ് ലിവർ ക്യാൻസർ എന്ന് പറയുന്നത്. മെഡിക്കൽ ഗാസ്ട്രോ, സർജിക്കൽ ഗാസ്ട്രോ, ഇൻ്റർവെൻഷൻ റേഡിയോളജി, ഓങ്കോളജി, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു ലിവർ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടെത്തണം. അതിനുവേണ്ടി സ്കാനിങ്ങും ആൽഫ ഫീറ്റോ പ്രോട്ടീനും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും, ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രധാന. അതായത് ലിവറിൽ നിന്ന് പുറത്തെത്താനായിട്ട് അനുവദിക്കാതിരിക്കുക. ലിവറിനകത്ത് ഇരുന്നാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നിരവധി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇപ്പോഴുള്ളത്, പണ്ടത്തെ പോലെ അല്ല. അതുപോലെ സർ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പല ആൾക്കാരും വന്ന് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലിവർ ക്യാൻസറും വേറെ ഏതെങ്കിലും ഒരു അവയവത്തിൽ നിന്ന് ക്യാൻസർ ലിവറിലോട്ട് എത്തിയാലും അത് രണ്ടും ശരിക്കും രണ്ടാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലേ സാർ? പലപ്പോഴും ലിവറിലെ മുഴകൾ എല്ലാം ലിവർ ക്യാൻസർ തന്നെ ആവണമെന്നില്ല. അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ ഡോക്ടർ ഗീതയായിരിക്കും. അതിനെക്കുറിച്ച് ആ മുഴകളെ പറ്റി എന്ത് പറയുന്നു ഡോക്ടർ ഗീത? ലിവർ നൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അത് ക്യാൻ ബി ട്രീറ്റബിൾ, ചികിത്സിച്ച് മാറ്റാവുന്ന ഇൻഫെക്ഷൻ കൊണ്ട്, ട്യൂബർക്കുലോസിസ് പോലുള്ള ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിരുപദ്രവകരമായ മുഴ കൊണ്ടുവരാം, അഡിനോമ എന്ന് പറയും, അല്ലെങ്കിൽ മാരകമായ ലിവറിൻ്റെ തന്നെ ക്യാൻസർ കൊണ്ട് ആകാം. അടുത്തുള്ള അവയവങ്ങളിൽ നിന്ന്, ബൈൽ ഡക്റ്റ് പോലുള്ള അവയവങ്ങളിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ദൂരെയുള്ള അവയവങ്ങൾ, പാൻക്രിയാസ്, കോളൻ, വൻകുടൽ ഒക്കെ അവിടെ നിന്ന് വരുന്ന ഇതാകാം. എല്ലാം ചികിത്സ വ്യത്യാസമാണ്. അപ്പം ഇത് വെറും നമ്മുടെ സ്റ്റെയിൻ കൊണ്ട് മാത്രം അതിൻ്റെ ഡയഗ്നോസിസ്, രോഗനിർണയം നടക്കില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അത് പിന്നെ ലിവറിൻ്റെ ക്യാൻസർ തന്നെയാണോ അതോ പുറത്തു നിന്ന് വരുന്ന ക്യാൻസറാണോ എന്ന് പറയാൻ പറ്റും. അവിടെ ഉദ്ദേശിച്ചത് പുറത്ത് വേറൊരു അവയവത്തിൽ തുടങ്ങി ലിവറിലേക്ക് പടർന്നതാണോ അതോ ലിവറിൽ തന്നെ ലിവറിൻ്റെ സാധാരണ എല്ലാവരും പറഞ്ഞ സെക്കൻഡറി, ലിവറിൽ സെക്കൻഡറി, വേറെ എവിടെയോ ഒരു പ്രൈമറി ക്യാൻസർ ലിവറിൽ സെക്കൻഡറി വരുന്നു. രണ്ടിനുള്ള ചികിത്സ ഡെഫിനറ്റ്ലി രണ്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനമാണ്. അതായത് ഇപ്പോൾ ലിവറിലെ മുഴകളും പുറത്തുനിന്ന് വരാം, അല്ല ഇതിനെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി ഈ സമയത്ത് ലിവർ രോഗമുള്ളവർക്ക് വേറെ അസുഖങ്ങൾ വരാം. അപ്പോൾ ഇവരൊക്കെ ഓപ്പറേഷന് പോകുമ്പോഴും സർജറി ചെല്ലുമ്പോഴും അനസ്തെറ്റിസ്റ്റിന് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും നിങ്ങളെങ്ങനെ അവരെ കാണുന്നു? ഒരു ലിവർ ബാക്കിയുള്ള ഒരു അസുഖത്തിന് അയാൾ ഓപ്പറേഷന് വരുന്നു, അല്ലെങ്കിൽ ലിവറിൽ തന്നെ എന്തെങ്കിലും കേടിന് വേണ്ടിയാൽ ഓപ്പറേഷന് വരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വേറെ ആയിട്ടാണോ, എങ്ങനെയാണ് അവരെ കരുതുന്നത്? പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കേണ്ടത്, 10-20 കൊല്ലം മുമ്പ് ഇവരെ ഓപ്പറേഷൻ ചെയ്തിരുന്നപ്പോൾ അതിൻ്റെ റിസൾട്ടും ഇപ്പോൾ അനസ്തെറ്റിസ്റ്റ് ഉള്ളതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമുണ്ടോ? അവരുടെ സർവൈവൽ കൂടിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സർ. ലൈക്ക് കരൾ രോഗമുള്ള ഒരാൾ അനസ്തീസിക്ക് വരുന്നത് മെയിൻലി രണ്ട് തരത്തിലാകും. ഒന്ന് കരളിൻ്റെ തന്നെ പ്രോബ്ലത്തിന് വരാം, കരളിലൊരു മുഴയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷന് വേണ്ടി വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി കരളിൽ അസുഖമുള്ള ഒരാൾക്ക് വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഫ്രാക്ചർ വന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗർഭപാത്രത്തിലൊരു മുഴ വന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരാം. അപ്പോൾ ഈ രണ്ട് രീതിക്ക് വന്നാലും
അനസ്തീസിയ ഇങ്ങനൊരു കരളിന് അസുഖമുള്ള ഒരാൾക്ക് അനസ്തീസിയ കൊടുക്കുന്നത് സിമ്പിളാണ്, ഈസിയാണ് എന്ന് ഞാൻ പറയത്തില്ല. ഇറ്റ് ഈസ് റിയലി ചലഞ്ചിങ് തന്നെയാണ്. പക്ഷേ മുമ്പത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ സയൻസസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെർട്ടൈസും അതുപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിൽസ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നൗ നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ, കരൾ പ്രോബ്ലം ഉള്ള ഒരാൾ വരുമ്പോൾ അവരെ വളരെ കൃത്യതയോടെ തന്നെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എത്രത്തോളം അവർക്ക് ഡാമേജ് ഉണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, കരളിൻ്റെ അസുഖം കാരണം എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അസസ് ചെയ്ത് അതേ കൃത്യതയോടെ തന്നെ മാനേജ് ചെയ്യാനും മോണിറ്റർ ചെയ്ത് പോകാനും നമുക്കിപ്പോൾ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യത്യാസം ഇത്രയും ഉള്ളത്. മുമ്പ് കരൾ രോഗമുള്ള ഒരാൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരാൻ വളരെ പേടിയാണ്. നമുക്ക് ഈവൻ സർജൻസിനായാലും നമുക്ക് തന്നെ ഭയങ്കര ഒരു പേടിയാണ് അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പം അങ്ങനല്ല. നമുക്കതിനുള്ള ഓൾ എക്യുപ്മെൻറ്റ്സ്, എല്ലാ അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മോണിറ്ററിങ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോ ബീറ്റ് ബൈ ബീറ്റ്, ഓരോ ഹാർട്ട് ബീറ്റും വെച്ചിട്ട് അവരുടെ BP വ്യത്യാസങ്ങളും അതെല്ലാം മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്കുണ്ട്. ഈ കരൾ രോഗി, ഒരു കരളിന് അസുഖമുള്ള ഒരാൾ വരുമ്പോൾ മെയിൻലി 2 പ്രോബ്ലംസ് ആണ് ഒരു അനസ്തെറ്റിസ്റ്റ് എന്ന രീതിക്ക് ഉണ്ടാവുക. ഒന്ന് മെറ്റബോളിസം. കരളാണ് നമ്മുടെ ഒരു മെയിൻ ഡീടോക്സിഫിക്കേഷൻ സെൻറ്റർ നമ്മുടെ ബോഡിയിൽ. അപ്പോൾ എന്ത് ഇഷ്യൂ ബോഡിയിൽ ഉണ്ടെങ്കിലും, അത് ഇൻക്ലൂഡിങ് ഡ്രഗ്സ് ആയാലും അതിൻ്റെ മെറ്റബോളിസം ഫുൾ ചേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അനസ്തീസിയ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ഡ്രഗ്സൊക്കെ വളരെ കെയർഫുള്ളായിട്ടാണ് പോവുക. പിന്നൊന്ന് ബ്ലീഡിങ്. കാരണം നമ്മുടെ കരളിനകത്താണ് നമ്മുടെ ഈ കൊയാഗുലേഷൻ പ്രോട്ടീൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡാമേജ് വരുമ്പോൾ ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ ഇപ്പം നമുക്ക് അതിനും പ്രിസൈസായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് കൊടുക്കേണ്ടത്, എന്ത് ഫാക്ടർ കൊടുത്താലാണ് ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഇഷ്യൂവും സോർട്ടഡ് ആണ്, നമുക്ക് ബ്ലീഡിങ് അധികം വരുന്നില്ല. അപ്പോൾ ഈ വളരെ സേഫായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ സർജറി പേടിക്കേണ്ട കാര്യമേ ഇല്ല. അത് ലൈക്ക് കരളിൻ്റെ തന്നെ ഓപ്പറേഷൻ ആയാലും അല്ല ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഭാഗത്തെ ആയാലും വളരെ സേഫായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതൊരു വലിയൊരു അഡ്വാൻസ്മെൻ്റ് ആണ് മെഡിക്കൽ ഫീൽഡ് അനസ്തീസിയയ്ക്കും ഞങ്ങൾക്ക്. പേടിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് അനസ്തെറ്റിസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു സർജൻ സത്ജിത്ത് എന്ത് പറയുന്നു, ഈ സിറോസിസ് ഉള്ള ഓപ്പറേഷൻ നമ്മളൊരു 10 കൊല്ലം മുമ്പും ഇപ്പോഴും എടുത്ത ആളുകളുടെ സർവൈവൽ കൂടിയിട്ടുണ്ടോ, എന്തെങ്കിലും ഇപ്പം എങ്ങനെ പണ്ടത്തെ സർജൻസ് പേടിക്കാറുണ്ടോ ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, അതേ കുറച്ചുകൂടി ധൈര്യത്തിലാണോ പോകുന്നത്? അപ്പോൾ ഈ ക്രോണിക് ലിവർ ഡിസീസിൽ സർജൻ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിന് പല രീതിക്ക് സർജറി വേണ്ടി വരും. പറഞ്ഞ മാതിരി ലിവറിൻ്റെ മുഴകൾക്ക് സർജറി വേണ്ടി വരും, അല്ലാത്ത രീതിയിലുള്ള ജനറൽ സർജറിയും അവർക്ക് ആവശ്യം വേണ്ടി വരും. അത് ഇവർക്ക് മെയിനായിട്ട് വരുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും, പിന്നെ ബ്ലഡ് ക്ലോട്ടിങ് എബിലിറ്റി ഇവരുടെ കുറവായിരിക്കും, സ്രാവം കൂടുതലായിരിക്കും, ബ്ലീഡിങ് റിസ്ക് ഇവർക്ക് കൂടുതലായിരിക്കും. അതിനുവേണ്ടി നമ്മൾ സർജറിക്ക് മുമ്പേ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്യണം. പിന്നെ ഒരു മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അവരുടെ ഈ ബ്ലീഡിങ് പാരാമീറ്റേഴ്സ് നോർമലൈസ് ചെയ്യണം സർജറിക്ക് മുമ്പായിട്ട്. ഈ റിസ്ക് ഒരു സർജറി, ലിവർ ഡിസീസ് ഉള്ള ആൾക്ക് സർജറിയുടെ റിസ്ക് മെയിനായിട്ട് ബ്ലീഡിങ്ങും പിന്നെ ഇൻഫെക്ഷനും കൂടിയാണ്. ഈ 10 കൊല്ലം മുമ്പുള്ളതിനേക്കാളും ഇന്ന് അവരുടെ സർവൈവൽ കൂടിയിട്ടുണ്ടോ? അതേ ഒരു 10-15 വർഷത്തിന് മുമ്പ് ഒരു കരൾ രോഗിയെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അതേ പേടി തന്നെ ഇന്നും കാണും, അതേ കുറച്ചുകൂടി ധൈര്യത്തിലാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് മെഡിസിൻ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പം കുറേ അഡ്വാൻസ്ഡ് മെഡിസിൻസ് ഉണ്ട്, ബ്ലഡ് പ്രോഡക്ട്സ് നമുക്ക് ഈസിലി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി സർവൈവൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അനസ്തീഷ്യ സംവിധാനങ്ങൾ വളരെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള മോണിറ്ററിങ് സംവിധാനം, അതായത് ഇൻറ്റൻസിവിസ്റ്റ്. മുൻപൊക്കെ അനസ്തീഷ്യ ഡോക്ടർമാർ തന്നെയായിരുന്നു ഓപ്പറേഷന് ശേഷമുള്ള പരിചരണവും മുൻകൈ എടുത്ത് നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ GG ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻസിന് ശേഷമുള്ള ഇൻറ്റൻസീവ് കെയർ കംപ്ലീറ്റ് ഡോക്ടർ ജിത്തുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വൻ എക്സ്പീരിയൻസ് ടീം തന്നെ സെപ്പറേറ്റ് ആയിട്ട് അവർ നോക്കുന്നുണ്ട്. അതിൽ തന്നെ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസിനും അവർ മാനേജ് ചെയ്യുന്നുണ്ട്. സിറോട്ടിക് പേഷ്യൻസിന് നമ്മൾ ഒരു ടീമായിട്ട് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷവും ഡോക്ടർ അശ്വതി ആയിരിക്കും അനസ്തീഷ്യ കൊടുക്കുന്നത്, പക്ഷേ നല്ലൊരു ഹാൻഡ് ഓവർ ഡോക്ടർ ജിത്തുവിനും ടീമിനും കൊടുക്കും. അതുകൊണ്ട് അനസ്തീഷ്യയിലും ക്രിട്ടിക്കൽ കെയറിലും വന്ന അഡ്വാൻസ്മെൻറ്റ്സ് ആണ് സർജൻസിനെ ഇപ്പോൾ കുറച്ചുകൂടി ധൈര്യപൂർവ്വം ഇങ്ങനെയുള്ള അസുഖങ്ങളെ
നേരിടാനും ചികിത്സിക്കാനും പ്രാപ്തരാക്കുന്നത്. നമ്മൾ